സൂര്യകാന്തിപ്പാടം പോലെ പ്രസന്നമായിരുന്നു മീരയുടെ ചിരി. ആ ചിരിയിൽ മയങ്ങിയാണ് വിശാല് അവളെ സ്വന്തമാക്കിയത്. അവരെ പ്രണയത്തിനും വിവാഹത്തിനൊക്കെ ഒരു വർഷത്തെ ആയുസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് അന്ത്യം കുറിച്ചത് വിശാലിൻ്റെ അമ്മയാണ്, ഭവാനിയമ്മ. ഭവാനിയമ്മയ്ക്ക് സ്വന്തം സഹോദരൻ്റെ മകളായ ഗീതയെ മരുമകളായിട്ട് കൊണ്ടുവരണമെന്നത് ഒരു വലിയ വാശിയായിരുന്നു. അവർക്ക് മീരയെ കണ്ടിട്ട് ഇഷ്ടമായിരുന്നില്ല. ആ പെങ്കൊച്ചിനെ നീ ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ ഈ അമ്മയെ നീ ഭൂമിയിൽ ഉണ്ടാവില്ല. ഭവാനിയമ്മയുടെ ഭീഷണിക്ക് മുന്നിൽ അമ്മയെ ജീവനതുല്യം സ്നേഹിച്ച വിശാലിന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അവൻ എതിർത്ത് നോക്കിയപ്പോഴൊക്കെ അവർ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. ഒരു ദിവസം പോലും വൈകാതെ, ഒരു വാക്കുപോലും മിണ്ടാതെ, എന്തിന് ഒരു കാരണം പോലും പറയാതെ വിശാല് മീരയെ ഉപേക്ഷിച്ചു. അവൾക്കൊന്നും മനസ്സിലായില്ല. അവൻ്റെ സ്നേഹം ഒരു നാടകമായിരുന്നോ എന്നവൾ സംശയിച്ചു. അവൾ ദിവസങ്ങളോളം അവന് വേണ്ടി കത്തുകൾ അയച്ചു. അവൻ്റെ അടുത്തെത്താൻ വേണ്ടിയിട്ട് അവൾ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അവൻ്റെ അഡ്രസ്സ് ചോദിച്ചുകൊണ്ടായിരുന്നു. എനിക്കിനി നിങ്ങളോടൊപ്പം ജീവിക്കാൻ കഴിയില്ല മീര, നിങ്ങൾ എന്നെ മറന്നേക്കുമെന്ന് ഒരു കത്തയച്ചു. ഒടുവിൽ അവൻ ഒപ്പിട്ട ആ കത്ത് അവൾക്ക് കിട്ടി. അവൾ ഒരുപാട് തവണ ആ കത്ത് വായിച്ചു. സത്യത്തിൽ വിശാല അയച്ച കത്തുകൾ ഭവാനിയമ്മ എഴുതിപ്പിച്ചതായിരുന്നു അത്. മീര അവനയച്ച കത്തുകൾ ഒന്നുപോലും അവൻ്റെ കൈകളിലെത്തിയില്ല. എല്ലാം ഭവാനിയമ്മ വളരെ രഹസ്യമായിട്ട് എടുത്തു മാറ്റി. ആ കത്തുകളിലൊന്നിൽ സന്തോഷവും അതിലേറെ പേടിയോടെയും അവൾ കുറിച്ചിരുന്നു. വിശാല്, നമുക്കിടയിൽ ഒരു പുതിയ ജീവൻ വളരുന്നുണ്ട്. ഞാൻ ഗർഭിണിയാണ്. വിശാലിൻ്റെ എതിർപ്പുകളെ തള്ളിക്കളഞ്ഞ് ഭവാനിയമ്മ ഗീതയുമായിട്ടുള്ള അവൻ്റെ വിവാഹം അപ്പോഴേക്ക് നടത്തി കഴിഞ്ഞിരുന്നു. വിശാല് ഒരു യന്ത്രത്തെ പോലെയാണ് ജീവിച്ചത്. അവൻ്റെ മനസ്സിൽ മീരയെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ അങ്ങനെ തളം കെട്ടി നിന്നിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. വിശാലിന് ഗീതയിൽ കുട്ടികളൊന്നും ഉണ്ടായില്ല. പക്ഷെ ഗീത അവനെ എങ്ങും തിരിയാതെ, എങ്ങും വിടാതെ അങ്ങനെ ബന്ധിച്ചു നിർത്തുകയായിരുന്നു. അവൻ്റെ ജീവിതം ഒരു ശൂന്യതയായിരുന്നു. അമ്മയുടെയും മകളുടെയും ഉള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ശൂന്യത. എങ്ങോട്ടും തിരിയാൻ പറ്റാതെ, എങ്ങോട്ടും മിണ്ടാൻ പറ്റാതെ, എങ്ങോട്ടും പോകാൻ പറ്റാതെ, അങ്ങനെയൊക്കെ ഒരു ജീവിതം. ഒരു ദിവസം വീട് വൃത്തിയാക്കുന്നതിനിടയിൽ, വീട്ടിലെ പഴയ സാധനങ്ങളൊക്കെ എടുത്ത് ഒതുക്കി വെക്കുന്നതിനിടയിൽ വിശാലിന് ഭവാനി അമ്മയുടെ ഒരു പഴയ സാധനങ്ങളുടെ ഒരു പെട്ടി കിട്ടി. അതിൽ നിന്ന് ഒരുപാട് പഴകിയ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. അതിനിടയിൽ പൊട്ടിക്കാതെ വെച്ചിരുന്ന ഒരു കത്ത് താഴെ വീണു. ആ കത്തിലെ കൈയക്ഷരം വർഷങ്ങൾക്കപ്പുറവും വിശാലിന് കണ്ടാൽ തിരിച്ചറിയും. മീരയുടെ കൈയക്ഷരമാണ്. അവൻ വിറയ്ക്കുന്ന കൈകളോടെ ആ കത്തുകൾ ഒന്ന് പൊട്ടിച്ചു വായിച്ചു നോക്കി. അവൾ ഗർഭിണിയായിരുന്ന കാര്യവും അവൻ്റെ സ്നേഹത്തിന് വേണ്ടി അവളുടെ യാചനകളും ഒന്നും അവൻ അറിഞ്ഞിരുന്നില്ല. ഓരോ കത്തിലും അവൻ്റെ കുഞ്ഞിൻ്റെയൊക്കെ ഫോട്ടോകളുണ്ടായിരുന്നു. മോളുടെ ഓരോ വളർച്ചകളും കാണിച്ചുള്ള ഫോട്ടോകളുണ്ടായിരുന്നു. ഒന്നും പൊട്ടിക്കാതെ പെട്ടിക്കുള്ളിൽ സൂക്ഷിച്ചു വെച്ചിരുന്നവ. അവയെല്ലാം വായിച്ചു തീരുമ്പോൾ അവൻ്റെ ഉള്ളിൽ തീ ആളിക്കത്തി. ഒടുവിലത്തെ കത്തിൽ അവളുടെ നാട്ടിലൊരു പഴയ വിലാസവും പിന്നെ നിങ്ങളുടെ മകളെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് കുറിച്ചിരുന്ന ആ വാക്കുകളും അവനെ പിടിച്ചുലച്ചു. തനിക്കൊരു മകളുണ്ടോ എന്ന് അവൻ ആലോചിച്ചു. അവൻ അമ്മയുടെ അടുത്ത് നിന്ന് പൊട്ടിത്തെറിച്ചു. എന്തിനാ അമ്മ എന്നോട് ഇത് ചെയ്തത്? എന്തിനാണ് നിങ്ങൾ ഞങ്ങളെ തമ്മിൽ അകറ്റിയത്? ഭവാനി അമ്മയുടെ മുഖം വിളറിപ്പോയി. പിന്നെ ഒരൊറ്റ ലക്ഷ്യമേ അവനുണ്ടായിരുന്നുള്ളൂ. അച്ഛനില്ലാതെ വളർന്ന തൻ്റെ മകളെയും താൻ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയ മീരയെയും കണ്ടെത്തണം. താൻ അറിയാതെ സംഭവിച്ചു പോയ തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കണം. ആ പഴയ വിലാസം തേടി വിശാല യാത്രയായി. ആ യാത്ര അവനെത്തിച്ചത് കടൽ തീരത്തോട് ചേർന്നുള്ള ഒരു ചെറിയ വീട്ടിലായിരുന്നു. ഭിത്തിയിൽ ചാരിയിരുന്ന് കവിത എഴുതുന്ന ഒരു പെൺകുട്ടി. അവളുടെ മുഖത്ത് മീരയുടെ അതേ പ്രസന്നമായ ചിരി. ഒരല്പം മാഞ്ഞുപോയ മീരയുടെ രൂപം അടുക്കളയിൽ നിന്നും ഇറങ്ങി വന്നു. മീരയുടെ മുഖത്ത് അവനോടുള്ള ദേഷ്യമോ വെറുപ്പോ ഒന്നുമല്ലായിരുന്നു. പകരം ഒരു മരവിപ്പായിരുന്നു. മീര, അവൻ്റെ ശബ്ദം തൊണ്ടയിൽ കുരുങ്ങി. വിശാൽ, നിങ്ങളെന്തിനാ വന്നത്? നിങ്ങളിപ്പോൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? ഞാനും എൻ്റെ മകളും
ഒന്നും അറിയാതെ ജീവിക്കുകയായിരുന്നില്ലേ? മീര, എനിക്കൊന്നും അറിയില്ലായിരുന്നു. എൻ്റെ അമ്മ, അവൻ തേങ്ങിപ്പോയി. നമ്മുടെ മകളെവിടെ? എനിക്കവളെ ഒന്ന് കാണണം. അയാൾ പുറത്തിരുന്ന് ആ പെൺകുട്ടിയെ തന്നെ സൂക്ഷിച്ചു നോക്കി. മീര പറഞ്ഞു, അവൾ നിങ്ങൾ ഉപേക്ഷിച്ചു പോയ സ്നേഹമാണ്. അവൾക്ക് ഞാൻ മിയ എന്ന് പേരിട്ടു. ഞാൻ അവളെ എൻ്റെ സ്വന്തം ലോകമായിട്ട് വളർത്തി. വിശാല് തളർന്നുപോയി. ഞാൻ അവളുടെ കാൽക്കൽ വീണു. എനിക്കൊരു അവസരം തരണം വേദ. എനിക്കെൻ്റെ മകളെ കാണണം, അവളെ സ്നേഹിക്കണം. നിങ്ങളില്ലാതെ അവൻ്റെ വാക്കുകൾ പൂർത്തിയാക്കാൻ അവനായില്ല. മിയ അപ്പോഴേക്കും അടുത്തു വന്ന് അവൻ അത്ഭുതത്തോടെ നോക്കി. മീരയുടെ കണ്ണുകളിൽ തീവ്രമായി നിറഞ്ഞു കവിഞ്ഞൊഴുകി. അതിൽ തീവ്രമായ ഒരു തീരുമാനമുണ്ടായിരുന്നു. ഇത്രയും വർഷം ഞാൻ അനുഭവിച്ച വേദന, എൻ്റെ മകളുടെ ഒറ്റപ്പെടൽ, അതിന് പകരം വെക്കാൻ ലോകത്തിലൊന്നിനും കഴിയില്ല വിശാൽ. അവൾ ശാന്തമായിട്ട് തുറന്നു. നിങ്ങളുടെ അമ്മ ചെയ്തത് എന്നോട് ചെയ്ത ഏറ്റവും വലിയ ക്രൂരതയാണ്. പക്ഷെ എനിക്ക് നിങ്ങളോട് ദേഷ്യമില്ല. എൻ്റെ മകൾക്ക് വേണ്ടി ഞാൻ ഈ ലോകം കെട്ടിപ്പടുത്തും. ഇനി ഞാൻ എൻ്റെ ലോകം തകർക്കാൻ തയ്യാറില്ല. വിശാലൊന്നും മിണ്ടിയില്ല. അവൻ അവളെ തന്നെ നോക്കി നിന്നു. അവള് മോളെയും പിടിച്ചുകൊണ്ട് വീടിനകത്തേക്ക് കയറി വാതിലടച്ച് കുറ്റിയിട്ടു. അമ്മയുടെ വാശിയേക്കാൾ വലുതായിരുന്നു തൻ്റെ സ്നേഹമെന്ന് തിരിച്ചറിയാൻ ഒരുപാട് വൈകിപ്പോയ ഒരു ദുരന്തമായിരുന്നു വിശാലിൻ്റേത്. അയാളങ്ങനെ പതിയെ തിരിഞ്ഞു നടന്നു.